നമ്മള് ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെ, ഗ്രാഫിക്കൽ മെത്തേഡും ടാബുലാർ മെത്തേഡും ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് റിലേറ്റഡ് ആംഗിൾ 1 എന്ന് പറയുന്ന ഒരു ഓർഡർ പെയർ ഉണ്ടെങ്കിൽ അതിന് സ്റ്റാർ കൊടുക്കുക. 1 2 നമ്മുടെ ഇതിനകത്ത് സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ സ്റ്റാർ കൊടുക്കുക. അതുകൊണ്ട് 2 1 എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ കണ്ടായിരുന്നു, ഇല്ലായിരുന്നു അല്ലെ, അപ്പൊ അവിടെ ഒന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പൊ ഉണ്ടെങ്കിൽ പ്രസന്റ് മാർക്ക് അല്ലെങ്കിൽ സ്റ്റാർ മാർക്ക് ഇട്ട് കൊടുക്കുക. അതാണ് ടാബുലാർ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലൈൻ കൊണ്ട് കണക്ട് ചെയ്യുക. ടാബുലാർ ആണെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ പെയർ ഉണ്ടെങ്കിൽ സ്റ്റാർ മാർക്ക് ഇട്ട് കൊടുക്കുക. അതാണ്. പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ ഓർഡേർഡ് പെയേഴ്സ് ഇൻ ദ റിലേഷൻ ആർ ഫ്രം എ is equal to set 0 1 2 3 4 to B 0 1 2 3 where ordered pair AB belongs to R if and only if A equal to B, A plus B equal to 4, A greater than B, A divides B, GCD equal to A1, LCM of AB equal to 2. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 5 എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, ഡി വരെ എഫ് വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. എഫ് വരെയുള്ള റിലേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്ന ആറിലെ മെമ്പർ ആകും എപ്പോഴാണ് എ എന്ന് പറയുന്നത് എന്നാന്നറിയാവോ, ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തുല്യമാകണം. അതാണ് എ എന്ന് പറയുന്നത്. അപ്പൊ റിലേഷൻ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ റിലേഷനെ ഞാൻ R1 എന്ന് കൊടുക്കുവാണെങ്കിൽ R1നകത്ത് എന്താ പ്രത്യേകത, എയും ബിയും തുല്യമാകണം അല്ലെ. അങ്ങനെ പറഞ്ഞു, എ ഈക്വൽ ടു ബി ആകണം എന്ന് വെച്ചാൽ 1 1. അപ്പൊ 0 0 എഴുതാം, 1 1 എഴുതാം, 2 2 എഴുതാം, 3 3 എഴുതാം, 4 4 എഴുതത്തില്ല. 4 ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ വേണം എടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അതാണ്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഒന്ന് പറയാം. സെറ്റ് എ കണ്ടോ, സെറ്റ് എയില് നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കാണും, വളരെ സിമ്പിൾ ആണ്. എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ ആണ്. എ ഈക്വൽ ടു എ, 0 ഈക്വൽ ടു 0. അപ്പൊ നോക്കിയേ, 0 എയും ബിയും തുല്യമാകണം. അപ്പം എന്താണ്, ഇവിടെ 0 ഉണ്ട്, ബിയിലും 0 ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് 0 0 കൊടുക്കാം. എ 1 ഉണ്ട്, ബിയിൽ 1 ഉണ്ട്. അങ്ങനെയാണ് 1 1 കൊടുക്കാം. എ 2 ഉണ്ട്, ബിയിലും 2 ഉണ്ട്. അങ്ങനെയാണ് 2 2 കൊടുക്കാം. എ 3 ഉണ്ട്, ബിയിലും 3 ഉണ്ട്. അങ്ങനെയാണ് 3 3 കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ റിലേഷൻ കിട്ടി. എ കണ്ടോ. നമുക്ക് ഇതെല്ലാം ഇത് ഇവിടെ ചെയ്യത്തില്ലാത്തത് ഹോംവർക്ക് കേട്ടോ. സി നിങ്ങൾക്ക് എളുപ്പമില്ലാത്തതോ ഇച്ചിരി പാഠം തോന്നുന്ന പറയാം. ഇനി നോക്കി എ പ്ലസ് ബി എങ്ങനെ എഴുതുന്നേ. എ പ്ലസ് ബി 4 ആന്ന് പറഞ്ഞാല് നമ്മൾ ഞാനിപ്പോ എ 0 എടുത്താൽ ബി 4 ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അല്ലെ. 0 പ്ലസ് 4 അല്ലേ 4. അപ്പം നമ്മൾ 0 പ്ലസ് 4 ആണ് 4. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, 4 എന്ന് എടുക്കാം. 0 പ്ലസ് 3 പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 0 4 എടുക്കത്തില്ല. കാരണം എന്നാ, 4 എന്ന് പറഞ്ഞ ഒരു മെമ്പർ ബിക്കകത്തില്ല. ഉണ്ടോ. 1 എടുത്താൽ നമുക്ക് പറ്റും, 3 ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഓർഡർ പെയർ 1 3 എടുക്കാം. 2 എടുത്താല് 2 ഇവിടുന്ന് 2 എടുക്കാം. കാരണം എന്താ, കൂട്ടുമ്പോ 4 കിട്ടണം. അങ്ങനെ അത് ഞാൻ ഹോംവർക്ക് ആണ് തന്നിരിക്കുന്നത്. സി നോക്കാവേ. സി എന്താ പറയുന്നത്, എ ഗ്രേറ്റർ ദാൻ ബി, ബി യേക്കാൾ വലുതായിരിക്കണം എ അല്ലെ, ബി യേക്കാൾ വലുതായിരിക്കണം എ. അപ്പൊ ബി 0 ആയിട്ട് എടുത്താൽ എ 1 ആയിട്ട് എടുക്കണം. മനസ്സിലായോ? ഇവിടെ 0 എടുക്കത്തില്ല, എ 0 ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. 0 താഴെ ഒരാൾ ബിയിൽ ഇല്ലല്ലോ. അപ്പം എ 1 ആയിട്ട് എടുത്താൽ ബി അതിനേക്കാൾ കുറഞ്ഞ ആളായിരിക്കണം അല്ലെ. ബി ആണ് ചെറുത്. അപ്പം 1 0 എടുക്കാം അല്ലെ, കുറഞ്ഞ ആള്. പിന്നെ 2 എടുത്താൽ 2 0യും 2 1ഉം എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സെറ്റ് എഴുതിയിരിക്കുന്നുണ്ടോ. 1 എടുത്താൽ 1ക്ക് താഴെയുള്ള 1 0 എടുക്കാം. 2 എടുത്താൽ 2 0 എടുക്കാം, 2 1 എടുക്കാം. 3 എടുത്താൽ 3 താഴെ ആ സെറ്റിൽ ആരൊക്കെ ഉണ്ട് അവരെ ഒക്കെ എടുക്കാം. 3 0 3 1 3 2. 4 എടുത്താൽ 4 താഴെയുള്ള 4 0 4 1 4 2 അല്ലെ. അങ്ങനെ നമുക്ക് എടുക്കാം. എഫ് അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എഫ് എന്താ ക്വസ്റ്റ്യൻ, എഫ് എന്ന് പറയുന്നത് LCM ഓഫ് AB 2 ആയിരിക്കണം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM എന്തായിരിക്കണം, 2 ആയിരിക്കണം. അങ്ങനെയുള്ളത് നോക്കിക്കേ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 1 2 എടുത്താൽ 1നും നമുക്കറിയാം. 1 2 എടുത്താൽ 1ന്റെയും 2ന്റെയും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുമില്ല അല്ലെ. അപ്പൊ 2 × 1 അല്ലേ, 2 അല്ലേ ഇതിന്റെ. 2 1 2 അതെ, 2 1 അതെ, 2 2 അതെ. 2 2ന് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 2 തന്നെയാണ് അല്ലെ. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും കോമൺ ആയിട്ട്. മറ്റേത് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ പ്രോഡക്റ്റ് എടുക്കുക. 2 × എന്താണ് 2 × 1. അപ്പൊ 2 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതേപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ, ഹൗ മെനി റിലേഷൻസ് ആർ ദർ ഓൺ ദ സെറ്റ് വിത്ത് n എലമെന്റ്സ്. അപ്പം n എലമെന്റ്സ് ഉള്ള എത്ര റിലേഷൻ ഉണ്ടെന്നാണ് നമുക്ക് പറയേണ്ടത്. റിലേഷൻ ഓൺ ദ സെറ്റ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. അപ്പൊ നോക്കാം, നമുക്കറിയാം, എപ്പോഴും അറിയാം റിലേഷൻ 2 സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലോട്ടാണേലേ എന്താ എ ക്രോസ് ബിയിലെ
സബ്സെറ്റ് ആണെന്ന് പറയത്തുള്ളൂ. സെറ്റ് എയിൽ നിന്നും സെറ്റ് ബിയിലോട്ടാണ് ബന്ധമെങ്കിൽ നമ്മൾ എ ക്രോസ് ബിയിലെ സബ്സെറ്റ് ആണെന്ന് പറയും. അതേസമയം സെറ്റ് റിലേഷൻ ഓൺ എ സെറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻ ഓൺ എ സെറ്റ് എ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? റിലേഷൻ ഓൺ എ സെറ്റ് എ എന്ന് പറഞ്ഞാൽ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. എ ക്രോസ് എയുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എയിൽ n എലമെന്റ് ഉണ്ട്, ബിയിലും എയിൽ n എലമെന്റ് ഉണ്ട്, n എലമെന്റും n എലമെന്റിലോട്ട് മാപ്പ് ചെയ്യും അല്ലെ എ ക്രോസ് എ. അപ്പം മാക്സിമം n സ്ക്വയർ എലമെന്റ്സ് അവിടെ കാണും. എ ക്രോസ് എയിൽ n സ്ക്വയർ എലമെന്റ് ഉണ്ട്. കാരണം എന്താ? ഇപ്പം എക്കകത്ത് 2 എലമെന്റ് ആണെങ്കിൽ ആ 2 എലമെന്റും ബിയിലെ 2 എലമെന്റുമായിട്ട് മാപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ആദ്യത്തെ 1 2 ആണ് 1 2 1 1നോടും 1 2നോടും മാപ്പ് ചെയ്യും. അപ്പൊ 2 ആയില്ലേ, വീണ്ടും അങ്ങനെ. അപ്പൊ 2 സ്ക്വയർ. അപ്പം നമ്മുടെ ഇതിനകത്ത് എത്ര n എലമെന്റ് ഉണ്ട്, n സ്ക്വയർ മാപ്പ് ചെയ്യും അല്ലെ. റിലേഷൻ ഓൺ എ സെറ്റ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ബിക്കോസ് എ ക്രോസ് എ ഹാസ് n സ്ക്വയർ എലമെന്റ്സ്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. സെറ്റ് എക്കകത്ത് 2 പേര്, സെറ്റ് ബിക്കകത്ത് 2 പേര്, അങ്ങനെ എ ക്രോസ് ബിക്കകത്ത് എത്ര പേര് കാണും? ആ 2 പേരും ബിയിലുള്ള 2 പേരുമായിട്ട് മാപ്പ് ചെയ്യും. അപ്പൊ ഓരോ 2 പേരും വെച്ച് വരുമ്പോൾ 2 സ്ക്വയർ വരും. 3 ആണ് 3 സ്ക്വയർ വരും. അങ്ങനെ അല്ലേ. അപ്പൊ എലമെന്റ്സ് ആൻഡ് സെറ്റ് വിത്ത് m എലമെന്റ്സ് ഹാസ് 2m സബ്സെറ്റ് ആൻഡ് സെറ്റ്. അപ്പൊ നമുക്ക് 2 റിസൾട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എ ക്രോസ് n എലമെന്റ് ഉള്ള സെറ്റ് എ ആണെങ്കിൽ എ ക്രോസ് എക്കകത്ത് n സ്ക്വയർ എലമെന്റ്സ് കാണും. പിന്നെ സെറ്റ് വിത്ത് m എലമെന്റ് ഉള്ള സെറ്റ് ആണെങ്കിൽ അതിനകത്ത് 2m സബ്സെറ്റുകളാണ്. 2m സബ്സെറ്റുകളും കാണും. ദർ ആർ 2n സ്ക്വയർ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. അപ്പം നമുക്കിപ്പോ എന്ത് പറയാൻ പറ്റും? ശ്രദ്ധിക്കുക, നല്ലതായിട്ട് ശ്രദ്ധിച്ചിരുന്നോണം. അതായത് സെറ്റ് എക്കകത്ത് n എലമെന്റ് ഉണ്ട്. അങ്ങനെയാണ് എ ക്രോസ് എക്കകത്ത് എത്ര എലമെന്റ്സ് കാണും? n സ്ക്വയർ എലമെന്റ്സ്. മനസ്സിലായല്ലോ. പിന്നെ നമുക്കറിയാം m എലമെന്റ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ട്? അത് ജനറൽ ഫോർമുലയാ 2m. m എലമെന്റ് ഉള്ള സെറ്റിന് 2m സബ്സെറ്റുകളാണ്. k എലമെന്റ് ഉള്ള സെറ്റ് ആണല്ലോ 2k സബ്സെറ്റുകൾ കാണും. അതൊരു ഫോർമുലയാണ്. ഈ രണ്ടും ഓരോ ഫോർമുലയാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ 2n സ്ക്വയർ സബ്സെറ്റ്. നമ്മുടെ എ ക്രോസ് എക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? n സ്ക്വയർ ഉണ്ട്. അങ്ങനെയാണ് എത്ര സബ്സെറ്റുകൾ കാണും? 2n സ്ക്വയർ സബ്സെറ്റുകൾ കാണും അല്ലെ. ഹെൻസ് there are 2n സ്ക്വയർ റിലേഷൻ. എത്ര സബ്സെറ്റ് ഉണ്ടോ അത്ര റിലേഷൻ കാണും. നമുക്കറിയാം റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. റിലേഷൻ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. അപ്പം എത്ര റിലേഷൻ ഉണ്ടോ അത്രയും എത്ര എ ക്രോസ് എക്ക് എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും റിലേഷൻ കാണും. അപ്പൊ 2n സ്ക്വയർ റിലേഷൻ ഇവിടെ കാണും. വിത്ത് സെറ്റ് വിത്ത് n എലമെന്റ്സ് 2n സ്ക്വയർ റിലേഷൻ കാണും. ഓക്കെ. ഫോർ എക്സാമ്പിൾ 2 സ്ക്വയർ. എക്സാമ്പിൾ പറഞ്ഞാൽ 2 സ്ക്വയർ 3 റിലേഷൻ 3 എലമെന്റ് ഉള്ള ഒരു സെറ്റ്. അതിന്റെ ക്രോസ് എക്കകത്ത് 2 സ്ക്വയർ എന്ന് പറയും. 2:9. അതായത് 512 റിലേഷൻ ഓൺ എ സെറ്റ് വിത്ത് 3 എലമെന്റ്. അതാ 3 എലമെന്റ് ഉള്ള സെറ്റിനകത്ത് എത്ര റിലേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 എലമെന്റ് ഉള്ള സെറ്റിനകത്ത് ക്രോസ് എക്കകത്ത് എത്ര പേര് കാണും? 3 സ്ക്വയർ എലമെന്റ്സ് കാണും. അതിന്റെ സബ്സെറ്റുകൾ എത്ര ആയിരിക്കും? 2 സ്ക്വയർ ആണ്. അതായത് 2:9 ദാറ്റ് ഈസ് 512 റിലേഷൻസ് കാണും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻ ആണ് റിഫ്ലക്സീവ്, സിമ്മട്രി, ആന്റി സിമ്മട്രി, ട്രാൻസിറ്റീവ്. ഇതൊക്കെ പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻ ആണ് കേട്ടോ. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് റിഫ്ലക്ഷൻ അല്ലെ. എന്നെ കണ്ണാടി നോക്കിയാൽ ഞാൻ പോയി കണ്ണാടി നോക്കി എന്നെ കാണുന്നു, ശരിയല്ലേ? അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ റിഫ്ലക്റ്റീവ് ആണ്. എന്റെ മുഖം കണ്ണാടി റിഫ്ലക്ട് ചെയ്യും. അതാണെന്ന് പറഞ്ഞ പോലെ എക്ക് എയോട് തന്നെ ബന്ധം ഉണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ് ആണെന്ന് പറയും. ബിക്ക് ബിയോട് ബന്ധം എന്ന് വെച്ചാൽ നമ്മളിപ്പോ റിലേഷനകത്ത് കണ്ടു 1 ഓഡേഡ് പെയർ 1 ഓഡേഡ് പെയർ 2 ഓഡേഡ് പെയർ 3 ഇതൊക്കെ കണ്ടില്ലേ? അപ്പം എക്ക് എയോട് ബന്ധം, ബിക്ക് ബിയോട് ബന്ധം, സിക്ക് സിയോട് ബന്ധം. അതാണ് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയാം. മനസ്സിലായി? അങ്ങനെ ഓഡേഡ് പെയർ എ ബി ബി സി സി അങ്ങനെ ഉള്ളതുണ്ടെങ്കിലാണ് നമ്മൾ ആ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറയാം. അപ്പൊ നമ്മുടെ സെറ്റ് എയിലെ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും മെമ്പേഴ്സിന് അതിനോട് തന്നെ ഒരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിഫ്ലക്സീവ് ആണെന്ന് പറയും. സിമ്മട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. സിമ്മട്രി അതായത് സിമ്മട്രി ആണ് ഒരു ജനലം മറ്റേ ജനലുമായിട്ട് സിമ്മട്രിക് ആന്ന് പറയും അല്ലെ, ജനലം. അപ്പം അതായത് എക്ക് ബിയോട് ബന്ധമുണ്ട്, തിരിച്ച് ബിക്ക് എയോടും ഉണ്ടെങ്കിൽ അതാണ് സിമ്മട്രി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഡെഫിനിഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്, നോക്കിയേ. റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലക്സീവ് ഇഫ് എ ബിലോങ്സ് ടു ആർ. നോക്കുക, റിഫ്ലക്സീവ് ആണെന്ന് പറയണമെങ്കിൽ ഓഡേഡ് പെയർ എ ആറിലുണ്ടോ നോക്കുക. അപ്പം ആ എവറി എലമെന്റ്സ് ഓഫ് എ എന്ന്